എന്റെ ആദ്യക്കുട്ടിനെ ഡിന്നർ ആയിട്ട് കൊടുത്തത് വെറും ഒരു ദോശയല്ല, ഒരു ഹെൽത്തി പച്ച ദോശയായിരുന്നേ. അപ്പൊ ഞാൻ ഈ പച്ചദോശ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാല്, ഞാൻ കുറച്ച് പച്ച ചീര നന്നായിട്ട് കഴുകി സ്റ്റീം ചെയ്തു. അതിനുശേഷം സ്റ്റീം ചെയ്ത ചീര, ഒരു മുട്ട, ദോശമാവ്, കുറച്ച് ജീരകം, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. പിന്നെ ഒരു പാനിലോട്ട് ദോശ പോലങ്ങ് ചുട്ടെടുത്തന്നേ. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, മുട്ട ചേർക്കുന്നോണ്ട് ദോശ നല്ല പോലെ വേവണം. ചീര പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വളർച്ചയ്ക്കും പ്രതിരോധ ശേഷിക്കും കണ്ണിന്റെ ആരോഗ്യത്തിനൊക്കെ അടിപൊളിയാണല്ലോ. പക്ഷെ പല കുട്ടികളും ഇൻക്ലൂഡിങ് എന്റെ ആദ്യക്കുട്ടൻ ഈ ചീര കഴിക്കാൻ മടി കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ ഇതുപോലെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. ഈ പച്ച നിറവും ടേസ്റ്റും ഒക്കെ അവർക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് ഞാൻ കഴിക്കുമെന്നേ. എന്റെ അതും എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അവൻ വേറൊരു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ദോശ അവൻ കഴിക്കുമെന്ന്. പക്ഷെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അവൻ ആ ദോശയുടെ പകുതി മുക്കാലും കഴിക്കുകയും ചെയ്തു കേട്ടോ. നിങ്ങളും അപ്പൊ ഇത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വെജിറ്റബിൾസ് ചീരയൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇത് ഇങ്ങനത്തെ ഓരോ പൊടിക്കൈകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് കഴിപ്പിക്കാന്നേ. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസിനായിട്ട് എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. പത്രത്തിൽ ബൈ.